ചോർന്നൊലിക്കുന്ന താൽക്കാലിക ഷെഡിൽ ഒരു കുടുംബം ദുരിത ജീവിതം നയിക്കുമ്പോഴും ഇവരെ സുരക്ഷിതമായി മാറ്റാൻ തയ്യാറാകാതെ അധികൃതർ. നെടുങ്കണ്ടം സ്വദേശിയായ ഇടപ്പള്ളിക്കുന്നിൽ ജീനയും 3 മക്കളുമാണ് പെരുമഴക്കാലത്തെ അതിജീവിക്കാൻ ബുദ്ധിമുട്ടുന്നത്. അടച്ചുറപ്പുള്ള ശുചിമുറി സൗകര്യം പോലും ഇവിടെയില്ല. ഏതു നിമിഷവും വീട് നിലം പൊത്തുമെന്ന ആശങ്കയിലാണ് ജീനയുടെയും മക്കളുടെയും ജീവിതം. പാറയിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം ഷീറ്റും പടുതയും മറച്ച വീടിനുള്ളിൽ നിറയും. വെള്ളം കയറുന്ന മുറിയിലാണ് ഇവർ ഭക്ഷണം പാകം ചെയ്യുന്നതും കിടക്കുന്നതും. അതിശക്തമായ കാറ്റ് വീശുന്ന മേഖലയായതിനാൽ വീട് ഏത് നിമിഷവും തകരാൻ സാധ്യതയുണ്ട്. ഞാൻ നെടുങ്കണ്ടം പഞ്ചായത്ത് 4-ാം വാർഡിൽ താമസിക്കുന്ന വ്യക്തിയാണ്. ഞങ്ങൾ ഇവിടെ ജനിച്ചും വളർന്നതുമല്ല ഇവിടെ തന്നെയാണ്. എനിക്ക് 3 മക്കളുണ്ട്, 2 പെൺമക്കളാണ്, ഒരു ചെറുക്കൻ കൊച്ചും. അപ്പോൾ ചേച്ചിയുടെ സഹകരണം കൊണ്ടാണ് ഞങ്ങൾ ചേച്ചിയുടെ ഒരു വീടും ബാത്റൂമൊന്നുമില്ല, പ്ലാസ്റ്റിക്കൊക്കെ വെച്ച് മറച്ച ഞങ്ങളിവിടെ താമസിക്കുന്നത്. ഒരു ഇതുമില്ല. ഇടിയും മിന്നലും ഒക്കെ വരുമ്പോൾ സീറ്റെല്ലാം മറന്നു പോകാണ്. അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണം. കുടുംബ വീടുമായിട്ട് 5 സെന്റ് സ്ഥലം കിടപ്പുണ്ട്. അത് പഞ്ചായത്തിൻ്റെ വേസ്റ്റ് പ്ലാന്റിൻ്റെ അടിവശത്താണ്. അവിടെ വീട് വെച്ച് താമസിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. രോഗിയായ ജീനയ്ക്ക് ജോലിക്ക് പോകാനും സാധിക്കില്ല. മകൻ ലോട്ടറിക്കടയിൽ ജോലി ചെയ്യുന്നത് മാത്രമാണ് 2 പെൺകുട്ടികൾ അടങ്ങുന്ന കുടുംബത്തിന്റെ വരുമാനം. നിലവിൽ ഇവർ താമസിക്കുന്ന വീട് സ്വന്തമല്ല, സഹോദരിയുടെ ഉടമസ്ഥതയിലുള്ള വീടാണിത്. ലൈഫ് പദ്ധതിയിൽ പലതവണ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും അനുവദിച്ചിട്ടില്ല. നെടുങ്കണ്ടം മാലിന്യ സംസ്കരണ പ്ലാന്റിന് സമീപം ഇവർക്ക് ഭൂമിയുണ്ടെങ്കിലും ഇവിടം വാസയോഗ്യമല്ല. ഭൂമിയും വാസയോഗ്യമായ വീടും ലഭ്യമാകാൻ അധികൃതർ ഇടപെടുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം.